ഒരു വീട്ടിലേക്ക് ഞങ്ങൾ കയറി ചെന്നു. ആ കുടുംബനാഥനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ എൻ്റെ കുടുംബത്തിലെ 40-ലധികം ആളുകൾ മരണപ്പെട്ടു എന്നാണ്. അദ്ദേഹം മാത്രമാണ് ആ കുടുംബത്തിൽ യഥാർത്ഥത്തിൽ ബാക്കിയായത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കുഞ്ഞു പൈതൽ പോലും എൻ്റെ കുടുംബത്തിൽ ബാക്കിയായില്ല. എൻ്റെ സഹോദരങ്ങളുടെയും എൻ്റെ സഹോദരിമാരുടെയും എല്ലാ ആളുകളും എൻ്റെ മക്കൾ ഉൾപ്പെടെ എനിക്ക് നഷ്ടമായി. അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി അതങ്ങനെ പറയുമ്പോൾ കേട്ട് നിൽക്കാനല്ലാതെ തിരിച്ചൊന്നും നമുക്ക് പറയാൻ പോലും കഴിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറിയ ചില നഷ്ടങ്ങൾ വരുമ്പോൾ, അതല്ലെങ്കിൽ ചെറിയ ചില പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ്, വലിയ പ്രതിസന്ധികളാണ്, വലിയ കഷ്ടപ്പാടുകളാണ്, ബുദ്ധിമുട്ടുകളാണെന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്നും ഏറ്റവും വേണ്ടപ്പെട്ട 40 പേര് മരണപ്പെട്ടു പോയ ആ ഒരു കുടുംബനാഥൻ്റെ അവസ്ഥ എത്രമാത്രം വലുതായിരിക്കും. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയ 100 കണക്കിന് ആളുകൾ ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമുക്കുള്ള ചെറിയ നഷ്ടങ്ങളെക്കുറിച്ച്, ചെറിയ സങ്കടങ്ങളെക്കുറിച്ച്, ചെറിയ ജീവിതത്തിലെ ചെറിയ പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതെല്ലാം വലിയ പ്രശ്നങ്ങളാണ്, വലിയ സങ്കടങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടുകളാണെന്ന് ചിന്തിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകളും ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളും ഇതിനേക്കാൾ വലിയ സങ്കടങ്ങളുമുള്ള ആളുകൾ ജീവിക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നു, നമ്മളത് കാണുന്നു, നമ്മളത് അനുഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമുക്ക് ദൈവം നൽകിയ ആ സുകൃതങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ വലുപ്പം ഉൾക്കൊള്ളാനും നമുക്ക് കഴിയുക.